വീഡിയോസ് കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ തേർഡ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി ഏജൻസി കംപ്ലീറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, നമ്മുടെ ഏജൻറ്റിൻ്റെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സബ് ഏജൻറ്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് അല്ലെങ്കിൽ കോ ഏജൻറ്റ് എന്താണ്, ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് ഏജൻറ്റ് ടു തേർഡ് പാർട്ടീസ് അതെന്തായിരിക്കും എന്നുള്ളത്, ടെർമിനേഷൻ ഓഫ് ഏജൻസി, അതുപോലെ ഇറിവോക്കബിൾ ഏജൻസി എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ രണ്ട് പാർട്ടും കണ്ടവർക്ക് ഇത് ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണാം. ആസ് യൂഷ്വൽ എല്ലാത്തിൻ്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതാണ്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് നമുക്ക് നോക്കാം. ആൻ ഏജൻറ്റ് ഹിംസെൽഫ് ഈസ് എ ഡെലഗേറ്റ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. ഒരു ഏജൻറ്റ് തന്നെ ഒരു പ്രിൻസിപ്പളുടെ പ്രതിനിധിയാണ് അല്ലേ. ഹി കനോട്ട് ഫർദർ ഡെലിഗേറ്റ് ഹിസ് പവർ ടു അനദർ പേഴ്സൺ. അയാൾക്ക് അയാളുടെ പവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല. കാരണം അയാൾ ഓൾറെഡി ഒരു പ്രിൻസിപ്പളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. According to section 190, an agent cannot lawfully employ another to perform acts. ഒരു ഏജൻറ്റിന് നിയമപ്രകാരം മറ്റൊരാളെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നിയമിക്കാൻ പറ്റില്ല. എങ്ങനെയുള്ള ആക്റ്റുകൾക്ക്? വിച്ച് ഹി ഹാസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി അണ്ടർടേക്കൻ ടു പെർഫോം പേഴ്സണലി സ്വയം ചെയ്തോളാം എന്ന് പറഞ്ഞ് എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ആ ഒരു ആക്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ നിയമപ്രകാരം നിയമിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വെൻ ദ ഓർഡിനറി കസ്റ്റം ഓഫ് എ ട്രേഡ് പെർമിറ്റ്സ് അപ്പോയിൻമെൻറ്റ് ഓഫ് സബ് ഏജൻറ്റ്. അത് ആ ഒരു കച്ചവടത്തിൻ്റെ ആ ഒരു സാധാരണ രീതിയിൽ അതിൻ്റെ ആ കസ്റ്റം ഒരു സബ് ഏജൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റിനെ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു ട്രേഡ് ആണെങ്കിൽ അവിടെ ആവാം. When the nature of agency is such that it becomes necessary to appoint a sub-agent. ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ നിർബന്ധാവസ്ഥയിലുള്ള തരത്തിലുള്ള അത്ര രൂപത്തിലുള്ള ഒരു ഏജൻസി ആണെങ്കിലും അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരാളെ ഏജൻറ്റിന് വെക്കാവുന്നതാണ്. when an act to be done is purely ministerial, ജസ്റ്റ് മിനിസ്റ്റീരിയൽ വർക്ക് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, and involves no exercise of discretion ഓർ കോൺഫിഡൻസ് മീൻസ് രഹസ്യ സ്വഭാവം, അങ്ങനെ രഹസ്യ സ്വഭാവമൊന്നുമില്ലാത്ത ഡിസ്ക്രിഷൻ മീൻസ് വിവേചനാധികാരം, എന്തെങ്കിലും ഒരു പ്രത്യേക തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത് പ്രയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത ജസ്റ്റ് മിനിസ്റ്റീരിയൽ കണക്കും കാര്യമൊക്കെ വെക്കുന്ന മിനിസ്റ്റീരിയൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ആവാം. ദെൻ വെൻ ദ പ്രിൻസിപ്പൽ അഗ്രീസ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് സബ് ഏജൻറ്റ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി, പ്രിൻസിപ്പൾ അത് എക്സ്പ്രസ്ലിയോ അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലിയോ അത് എഗ്രി ചെയ്തിട്ടുണ്ടാകുമ്പോൾ, വെൻ സം അൺഫോർസീൻ എമർജൻസീസ് ഹാസ് അറൈസൺ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില എമർജൻസി ഉണ്ടായത് മൂലം, ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഒരു സബ് ഏജൻറ്റിനെ, അതായത് അഡീഷണൽ ആയിട്ടൊരു ഏജൻറ്റിനെ അവർക്ക് വയ്ക്കാവുന്നതാണ്, നമ്മുടെ ഏജൻറ്റിന് അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ്. ദെൻ സബ് ഏജൻറ്റിനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്തു. ആ സബ് ഏജൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം. ആൻ ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ബൈ ആൻ ഏജൻറ്റ് ഈസ് കോൾഡ് എ സബ് ഏജൻറ്റ്. ഒരു ഏജൻറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഏജൻറ്റാണ് സബ് ഏജൻറ്റ്. അല്ലാതെ ആരല്ല അപ്പോയിൻ്റ് ചെയ്യുന്നത്, പ്രിൻസിപ്പൾ അല്ല അപ്പോയിൻ്റ് ചെയ്യുന്നത്. എ സബ് ഏജൻറ്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയിഡ് ബൈ ആൻഡ് ആക്ടിങ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഒറിജിനൽ ഏജൻറ്റ് ഇൻ ദ ബിസിനസ് ഓഫ് ഏജൻസി. ഏജൻസി എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് ആ ഏജൻറ്റ് നടത്തുന്നത് അല്ലേ. അപ്പോൾ അയാളുടെ ആ ഏജൻസി ബിസിനസ്സിൽ ഏജൻറ്റ് എംപ്ലോയി ചെയ്ത് നിയമിക്കുന്ന, ഏജൻറ്റിൻ്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഏജൻറ്റിനെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് പറയാം. ദ ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദി പ്രിൻസിപ്പൽ ഫോർ ദി ആക്ട് ഓഫ് ദി സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആവുക ആരായിരിക്കും, ഏജൻ്റ് ആയിരിക്കും. അല്ലാതെ സബ് ഏജൻറ്റിന് പ്രിൻസിപ്പളോട് റെസ്പോൺസിബിലിറ്റി ഇല്ല. സബ് ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം റെസ്പോൺസിബിൾ ആവുന്നത്, പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആവുന്നത് ഏജൻ്റാണ്. റിലേഷൻ ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൾ ആൻഡ് സബ് ഏജൻറ്റ്. പിന്നെ പ്രിൻസിപ്പളും സബ് ഏജൻറ്റും തമ്മിൽ എന്തെല്ലാം ബന്ധം ഉണ്ടാവാം. വെൻ സബ് ഏജൻറ്റ് ഈസ് പ്രോപ്പർലി അപ്പോയിൻറ്റഡ്, അതായത് മര്യാദക്ക്, നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതുപോലെ പ്രിൻസിപ്പളുടെ അറിവോട് കൂടിയിട്ട് ഒക്കെ അപ്പോയിൻ്റ് ചെയ്തതാണെങ്കിൽ, അങ്ങനെ പ്രോപ്പർലി അപ്പോയിൻ്റ് ചെയ്തതാണെങ്കിൽ ഉള്ള ബന്ധം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ദ പ്രിൻസിപ്പൾ ഈസ് ബൗണ്ട് ബൈ ആക്ട്സ് ഓഫ് സബ് ഏജൻറ്റ് ആസ് ഇഫ് സബ് ഏജൻറ്റ് വാസ് ഒറിജിനലി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രിൻസിപ്പൾ.
പ്രിൻസിപ്പളാണ് ഒറിജിനലി അവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ സബ് ഏജൻറ്റിൻ്റെ ആക്റ്റുകൾക്ക് പ്രിൻസിപ്പളും കൂടെ ബാധ്യസ്ഥനായിരിക്കും. The principal is responsible for the act of such sub-agent towards the third parties. ഈ സബ് ഏജൻറ്റ് തേർഡ് പാർട്ടീസിൻ്റെ നേർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അത്തരം പ്രവർത്തനങ്ങൾക്കും ആര് റെസ്പോൺസിബിൾ ആയിരിക്കും? പ്രിൻസിപ്പൾ റെസ്പോൺസിബിൾ ആയിരിക്കും. എപ്പോഴാണ് ഇതൊക്കെ? സബ് ഏജൻറ്റിനെ പ്രോപ്പർലി അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ. The agent is responsible to the principal for the act of the sub-agent. സബ് ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രിൻസിപ്പളോട് ഏജൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കും. The sub-agent is not responsible to the principal except in cases of fraud and willful wrong. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ടെണ്ണം പറഞ്ഞത് പ്രിൻസിപ്പൾ റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ്. തിരിച്ച് ഇവിടെ പറഞ്ഞത് സബ് ഏജൻറ്റ് പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആവുന്നേ ഇല്ല. എപ്പോഴൊഴികെ? ഫ്രോഡ് ആൻഡ് വിൽഫുൾ റോങ്, കരുതിക്കുട്ടി തെറ്റ് വരുത്തുക, ഫ്രോഡ് വരുത്തുന്ന സന്ദർഭങ്ങളിലൊഴികെ സബ് ഏജൻറ്റ് പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആകുന്നില്ല. മറിച്ച് സബ് ഏജൻറ്റിൻ്റെ പ്രവൃത്തികൾക്ക് റെസ്പോൺസിബിൾ ആവുന്നത് ആരാണ്? ഏജൻ്റാണ്. ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ദ ആക്ട് ഓഫ് സബ് ഏജൻറ്റ്. ഓക്കെ. ദെൻ വെൻ എ സബ് ഏജൻറ്റ് ഈസ് ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ്, ശരിയായ രീതിയിലല്ല, പ്രിൻസിപ്പളുടെ സമ്മതമൊന്നും ഇല്ലാണ്ട് അങ്ങ് അപ്പോയിൻറ്റ് ചെയ്തതാണെങ്കിൽ, ഈസ് നോട്ട് റെപ്രസെൻറ്റഡ്, ദ പ്രിൻസിപ്പൽ ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ സബ് ഏജൻറ്റ് ആൻഡ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഹിസ് ആക്ട്. പ്രിൻസിപ്പൽ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾ ഉത്തരവാദിയല്ല. The agent would be responsible both to the principal and to the third parties for the act of sub-agent. സബ്-ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പളോടും റെസ്പോൺസിബിൾ ആവുന്നത്, അതുപോലെ തന്നെ സബ്-ഏജൻറ്റ് തേർഡ് പാർട്ടീസുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ആ തേർഡ് പാർട്ടീസിനോടും എല്ലാവരോടും റെസ്പോൺസിബിൾ ആവുന്നത് നമ്മുടെ ഏജൻ്റ് ആയിരിക്കും, ഇംപ്രോപ്പർലി അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത്. Then third parties concerned cannot look to the principal but can only look to the agent for the fulfillment of the contract entered into by them with the sub-agent. സബ്-ഏജൻറ്റുമായിട്ട് കോൺട്രാക്റ്റിൽ വല്ലതും ഒരു തേർഡ് പാർട്ടി എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും പ്രിൻസിപ്പളോടല്ല, പ്രിൻസിപ്പളിലേക്കല്ല നോക്കുന്നത് വെച്ചാൽ പ്രിൻസിപ്പളോടല്ല അതുമായി ബന്ധപ്പെട്ട പിന്നീടുള്ള ഇടപാടുകളോ മറ്റോ ഇഷ്യൂസിനോ ബന്ധപ്പെടുന്നത്, മറിച്ച് ഏജൻറ്റിനോടായിരിക്കും. സബ്-ഏജൻറ്റ് തേർഡ് പാർട്ടീസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകൾക്ക്. The sub-agent will not be responsible to the principal. He will be answerable only to his own employer. സബ്-ഏജൻറ്റ് ഒരിക്കലും പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആവില്ല. അയാളുടെ എംപ്ലോയർ, അയാളെ നിയമിച്ചത് ആരാണ്? ഏജൻ്റാണ്. അപ്പോൾ അയാളുടെ എംപ്ലോയർ ഏജൻ്റ് ആയതുകൊണ്ട് ഏജൻറ്റിനോട് മാത്രമേ ആർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ? നമ്മുടെ സബ്-ഏജൻറ്റിന് സബ്-ഏജൻറ്റ് റെസ്പോൺസിബിൾ ആവുകയുള്ളൂ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഓർ കോ ഏജൻറ്റ് എന്താണെന്ന് നോക്കാം. According to Section 194 of the Contract Act, when an agent has an express or implied authority of his principal to name another person to act for the principal, and the agent names another person accordingly, such person is known as substituted agent. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പുതിയ അഡീഷണൽ മറ്റൊരു ഏജൻറ്റിനെ വെക്കുന്ന സമയത്ത് അവരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഒരു അധികാരം എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി പ്രിൻസിപ്പൾ കൊടുത്തിട്ടുണ്ട്. ഏജൻറ്റ് എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ നിർദ്ദേശിച്ച് പിന്നീട് പ്രിൻസിപ്പൾ അങ്ങനെ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം. When an agent has an express or implied authority of his principal, എക്സ്പ്രസ്സിലും ഇംപ്ലൈഡിലും അതോറിറ്റി ഉണ്ടാവുക. ടു നെയിം അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യാൻ. ടു ആക്ട് ഫോർ ദി പ്രിൻസിപ്പൾ, പ്രിൻസിപ്പൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പോൾ അതായത് മറ്റൊരു ഏജൻറ്റ്, പ്രിൻസിപ്പൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഏജൻറ്റ് എന്ന് പറയാം അല്ലേ. ആൻഡ് ദ ഏജൻറ്റ് നെയിംസ് അനദർ പേഴ്സൺ, അങ്ങനെ നമ്മുടെ നിലവിലുള്ള ഏജൻറ്റ് എന്ത് ചെയ്തു? മറ്റൊരു വ്യക്തിയെ നിർദ്ദേശിച്ചു. സച്ച് പേഴ്സൺ ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അങ്ങനെ വരുന്ന ആളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയാം. Such person is an agent of the principal and is responsible to him. അയാൾ പ്രിൻസിപ്പളിൻ്റെ മറ്റൊരു ഏജൻറ്റ് തന്നെ ആയിരിക്കും, അല്ലാതെ സബ് ഏജൻ്റ് ഒന്നുമല്ല, ഡയറക്റ്റ് ഏജൻറ്റ് തന്നെ ആയിരിക്കും. അയാൾ പ്രിൻസിപ്പളോട് റെസ്പോൺസിബിൾ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റിനെ നമ്മൾ കോ ഏജൻറ്റ് കൊണ്ടെന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇവിടെ സബ് ഏജൻറ്റിൻ്റെ കേസിൽ ആ സബ് ഏജൻറ്റിനെ കണ്ടെത്തുന്നതും നിയമിക്കുന്നതും എല്ലാം നമ്മുടെ ഏജൻ്റാണ്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ കേസിൽ ഏജൻറ്റ് ഒരാളെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അയാളെ നിയമിക്കുന്ന ഒന്നുമില്ല.
അയാൾ ഓക്കെ ആണെങ്കിൽ അയാളെ നിയമിക്കുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ്. അതുകൊണ്ട് പ്രിൻസിപ്പളായിട്ട് മാത്രമാണ് അയാൾക്ക് ബന്ധം ഉണ്ടാവുക. ദെൻ സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സബ് ഏജൻറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഏജൻറ്റ്. ഏജൻ്റാണ് സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഈസ് നെയിംഡ് ബൈ ദി ഏജൻറ്റ് ആൻഡ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രിൻസിപ്പൽ. ഏജൻറ്റ് നിർദ്ദേശിക്കുന്നു, പക്ഷെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പളാണ്. ഇവിടെ സബ് ഏജൻറ്റിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഏജൻറ്റിനാണ് പൂർണ്ണമായിട്ടുള്ളത്. ഏജൻറ്റിൻ്റെ കൺട്രോളിന് കീഴിലാണ് സബ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. എ സബ് ഏജൻറ്റ് വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി. ഒരു സാധാരണ ഏജൻറ്റിനെ പോലെ തന്നെ അയാൾ ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യും. ബട്ട് ഈസ് അണ്ടർ ദി ഡയറക്ഷൻ ഓഫ് ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളുടെ നിർദ്ദേശത്തോടു കൂടി സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ഏജൻറ്റിൻ്റെ ലാബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ആൻ ഏജൻറ്റ് ഈസ് ലാബിൾ ടു ദി പ്രിൻസിപ്പൽ ഫോർ ദി ആക്ട് ഓഫ് ദി സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പളോട് ഏജൻറ്റ് ലാബിളായിരിക്കും. അതേസമയം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രിൻസിപ്പളോട് ഏജൻറ്റ് ലാബിളാകുന്നില്ല. കാരണം അയാളല്ല അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ആളെ നിർദ്ദേശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദെൻ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. ദർ ഈസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ദ സബ് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. ഈ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് നമ്മുടെ കൺസിഡറേഷൻ്റെ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സ്ട്രേഞ്ചർ ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു തേർഡ് പാർട്ടിയും ഒരു കോൺട്രാക്റ്റിനുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു കോൺട്രാക്റ്റ് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും അതിനെതിരെ സ്യൂ ചെയ്യാനോ മറ്റോ പറ്റില്ല. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് അയാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അതിനെതിരെ സ്യൂ ചെയ്യാനോ മറ്റോ പറ്റില്ല എന്ന് പറയുന്നതാണ് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദർ ഈസ് നോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സബ് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളിൻ്റെയും സബ് ഏജൻറ്റിൻ്റെയും ഇടയിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇല്ല. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും ഇടയിൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. Then accountability. Sub agent may be held accountable to the principal only for his wrongful act of fraud. സബ് ഏജൻറ്റ് പ്രിൻസിപ്പളോട് അക്കൗണ്ടബിൾ ആകുന്നത്, ആൻസറബിൾ ആകുന്നത് എപ്പോൾ മാത്രമാണ്? അയാളുടെ റോങ്ഫുൾ ആയിട്ടുള്ള ആക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫ്രോഡ്ഫുൾ ആയിട്ടുള്ള ആക്റ്റുകൾക്ക് മാത്രമാണ്. അല്ലാതെ മുഴുവൻ റെസ്പോൺസിബിൾ ആകുന്നത് ഏജൻറ്റിനോട് മാത്രമാണ്. ഏജൻറ്റ് മാത്രമാണ് അയാളുടെ എംപ്ലോയർ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് പൂർണ്ണമായിട്ടും അയാളുടെ പ്രവർത്തനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആകുന്നത് പ്രിൻസിപ്പളോടാണ്. ദെൻ സബ് ഏജൻറ്റ് ഹാസ് നോ റൈറ്റ് ഓഫ് ഡിമാൻഡ് ഫോർ റെമ്യൂണറേഷൻ ഫ്രം പ്രിൻസിപ്പൾ. സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തത് ഏജൻറ്റാണ്, എംപ്ലോയർ ഏജൻറ്റാണ്. അതുകൊണ്ട് തന്നെ റെമ്യൂണറേഷൻ ആരോട് ചോദിക്കാൻ പറ്റില്ല? പ്രിൻസിപ്പളോട് ചോദിക്കാൻ പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ ഹി ഹാസ് എ റൈറ്റ് ഓഫ് ഡിമാൻഡ് ഫോർ റെമ്യൂണറേഷൻ ഫ്രം ദി പ്രിൻസിപ്പൾ. ഇൻ കേസ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഒറിജിനൽ ഏജൻറ്റ് ഡെലിഗേറ്റ്സ് ഹിസ് ഓൺ അതോറിറ്റി. നമ്മൾ ഒരു സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ഏജൻറ്റ് അയാൾക്ക് കിട്ടിയ അതോറിറ്റി വീണ്ടും ഡെലിഗേറ്റ് ചെയ്യുകയാണ്, അയാളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ നെയിം ചെയ്യുമ്പം ഏജൻറ്റ് അയാളുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് പ്രിൻസിപ്പളുടെ അതോറിറ്റി തന്നെയാണ് അവിടെ ഡെലിഗേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് നെയിമിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്, ദ ഒറിജിനൽ ഏജൻറ്റ് ഡെലിഗേറ്റ്സ് ദ പ്രിൻസിപ്പൽ അതോറിറ്റി. ലാബിലിറ്റി ഓഫ് പ്രിൻസിപ്പൾ ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിനോടുള്ള പ്രിൻസിപ്പളുടെ ലാബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. തേർഡ് പാർട്ടീസിനോടുള്ള പ്രിൻസിപ്പളുടെ ലാബിലിറ്റി ആ ഒരു പ്രിൻസിപ്പിൾ നെയിംഡ് പ്രിൻസിപ്പിളാണോ, അൺനെയിംഡ് പ്രിൻസിപ്പിളാണോ, അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിളാണോ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നെയിംഡ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ പ്രിൻസിപ്പളുടെ ലാബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. നെയിംഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം where both the existence and the name of the principal are disclosed by the agent. ഏജൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രിൻസിപ്പളുടെ പേരും അയാളുടെ എക്സിസ്റ്റൻസ് ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഏജൻറ്റ് എക്സ്പ്രസ്ലി കോൺട്രാക്ട്സ് ആസ് ഏജൻറ്റ് ഫോർ നെയിംഡ് പ്രിൻസിപ്പൾ. അങ്ങനെ പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഏജൻ്റായിട്ട് തന്നെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ചുരുക്കത്തിൽ പ്രിൻസിപ്പൾ ആരാണെന്നുള്ളത് വ്യക്തമായി സ്പെസിഫൈ ചെയ്തിട്ട് മാത്രമാണ് ഏജൻറ്റ് കരാറിൽ ഏർപ്പെടുന്നതെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ നമുക്ക് നെയിംഡ് പ്രിൻസിപ്പളാണെന്ന് പറയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ദ ഏജൻറ്റ് ആക്ട്സ് വിത്തിൻ ഹിസ് അതോറിറ്റി. ഏജൻറ്റ് അയാളുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ദ ഏജൻറ്റ് ആക്ട്സ് വിൽ ഹാവ് ദ സെയിം ലീഗൽ ഇഫക്റ്റ് ആസ് ഇഫ് ദ കോൺട്രാക്ട് ഹാഡ് ബീൻ എൻറ്റേർഡ് ഇൻ ടു ആൻഡ് ദ ആക്ട്സ് ഡൺ ബൈ ദ പ്രിൻസിപ്പൾ ഇൻ പേഴ്സൺ. ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഇത്തരം ആക്ടിവിറ്റി എല്ലാം തന്നെ പ്രിൻസിപ്പൾ പേഴ്സണലി തന്നെ ചെയ്യുന്നൊരു കാര്യം ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമോ
അതേ ലീഗൽ ഇഫക്റ്റ് തന്നെയാണ് ഏതിനും ഉണ്ടാവുക, ഒരു ഏജൻറ്റ് ചെയ്യുന്ന പ്രവൃത്തിക്കും ഉണ്ടാവുക. ഏജൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി പ്രിൻസിപ്പൾ ചെയ്യുന്ന അതേപോലെ തന്നെ കരുതപ്പെടും എന്നാണ് പറയുന്നത്. വെൻ ദ ഏജൻറ്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി, അധികാരപരിധിക്ക് അപ്പുറം നിന്നുകൊണ്ടാണ് ഏജൻറ്റ് പ്രവർത്തിക്കുന്നതെങ്കിലോ, അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഇഫ് ഏജൻറ്റ്സ് ആക്ട് വിതൗട്ട് അതോറിറ്റി ഈസ് സപ്പറബിൾ ഇപ്പോൺ ദ ആക്ട് പെർഫോംഡ് ബൈ ദി ഏജൻറ്റ്, ഏജൻറ്റ് പെർഫോം ചെയ്ത ആക്ടിൽ നിന്നും അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഇതിനെയും അതുപോലെ തന്നെ അതോറിറ്റിക്ക് അപ്പുറത്തുള്ളതിനെയും രണ്ടിനെയും വേർതിരിക്കാൻ പറ്റുമെങ്കിൽ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് പ്രിൻസിപ്പൾ ഉത്തരവാദിയായിരിക്കും, അല്ലാത്തതിന് പ്രിൻസിപ്പൾ റെസ്പോൺസിബിൾ ആവില്ല. ഇഫ് ദ ഏജൻറ്റ്സ് ആക്ട് വിതൗട്ട് അതോറിറ്റി ഈസ് സെപ്പറബിൾ upon the act performed by the agent, the act within the authority is binding. അതോറിറ്റിക്കകത്തുനിന്നുള്ള ആക്ടിന് ഉത്തരവാദിയായിരിക്കും. ആൻഡ് അതർ ദ പ്രിൻസിപ്പൾ ഈസ് നോട്ട് ലയബിൾ, മറ്റേതിന് പ്രിൻസിപ്പൾ ലയബിൾ ആയിരിക്കില്ല. ഇനി ഇഫ് ദ ആക്ട്സ് വിത്തിൻ ദ അതോറിറ്റി ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം ദ ആക്ട് വിത്തൗട്ട് ദ അതോറിറ്റി, അതോറിറ്റി ഇല്ലാതെ ചെയ്ത കാര്യത്തിൽ നിന്നും അതോറിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്ത കാര്യത്തെ വേർതിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദ പ്രിൻസിപ്പൾ ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ ട്രാൻസാക്ഷൻ, പ്രിൻസിപ്പൾ അതിന് ഉത്തരവാദിയല്ല. ദ ഹോൾ ട്രാൻസാക്ഷൻ മേ ബി റീപുഡിയേറ്റഡ് ബൈ ഹിം, മുഴുവൻ ട്രാൻസാക്ഷനും അയാൾക്ക് നിരാകരിക്കാവുന്നതാണ്, റീപുഡിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നോട്ടീസ് ടു ദ ഏജൻറ്റ് ഈസ് നോട്ടീസ് ടു ദ പ്രിൻസിപ്പൾ, ഏജൻറ്റിന് വല്ല നോട്ടീസും കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫോർമേഷൻ ഈ ഒരു ഏജൻസി ബിസിനസ്സിനിടക്ക് ഇവർക്കിടയിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ആർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിന് തുല്യം തന്നെയാണ്, പ്രിൻസിപ്പൾക്ക് നോട്ടീസ് കിട്ടുന്നതിന് തുല്യം തന്നെയാണ്. എ നോട്ടീസ് ഗിവൺ ടു ഓർ ഇൻഫർമേഷൻ obtained by the agent have the same legal consequences if it had been given to or obtained by the principal. Then principal inducing a belief that agents unauthorized acts were authorized. പ്രിൻസിപ്പൾ ഏജൻറ്റിൻ്റെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അയാളുടെ അതോറിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ പ്രിൻസിപ്പളുടെ വാക്കുകളോ പ്രവൃത്തിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ അത്തരം പ്രവൃത്തികൾക്ക് ഉത്തരവാദിയായിരിക്കും. ഇത് നമ്മൾ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന പ്രിൻസിപ്പളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലയബിലിറ്റി വരുന്നത്. നോക്കാം. ഇഫ് എ പ്രിൻസിപ്പൾ ബൈ ഹിസ് വേർഡ് ഓർ കണ്ടക്ട് ഇൻഡ്യൂസ്ഡ് എ ബിലീഫ് ഇൻ ദ തേർഡ് പാർട്ടി, അയാളുടെ പെരുമാറ്റ പ്രവൃത്തിയോ മൂലം ഒരു തേർഡ് പാർട്ടി വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ദ ആക്ട് ഓഫ് ദ ഏജൻറ്റ് വാസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി, ദ പ്രിൻസിപ്പൾ ഈസ് ബൗണ്ട് ബൈ സച്ച് ആക്ട്, അതോറിറ്റിക്കകത്ത് നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അതിന് ഉത്തരവാദിയായിരിക്കും. ദ ലയബിലിറ്റി ഓഫ് പ്രിൻസിപ്പൾ ഈസ് ബേസ്ഡ് ഓൺ എസ്റ്റോപ്പൽ. ദെൻ ലയബിലിറ്റി ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഫ്രോഡ് ബൈ ആൻ ഏജൻറ്റ്, ഒരു ഏജൻറ്റ് മിസ്റെപ്രസെൻറ്റേഷൻ ഫ്രോഡ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത് നോക്കാം. കമ്മിറ്റഡ് ബൈ ദി ഏജൻറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഫോർ ദി പ്രിൻസിപ്പൾ, അതിന് പ്രിൻസിപ്പൾ എന്തായിരിക്കും, ലയബിളായിരിക്കും. സച്ച് മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഫ്രോഡ് ഹാവ് ദ സെയിം ഇഫക്റ്റ് ആസ് ഇഫ് ദീസ് ഹാഡ് ബീൻ മെയ്ഡ് ഓർ കമ്മിറ്റഡ് ബൈ ദി പ്രിൻസിപ്പൾ, അത്തരം ചതിയോ വഞ്ചനയോ ഒക്കെ നടത്തിയാൽ അത് പ്രിൻസിപ്പൾ ചെയ്ത പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. പക്ഷെ ഇത് എപ്പോഴേ ഉള്ളൂ, ഇഫ് മിസ്റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ഓഫ് ഫ്രോഡ് കമ്മിറ്റഡ് ബൈ ദി ഏജൻറ്റ് ഈസ് ബിയോണ്ട് ഹിസ് അതോറിറ്റി ദി പ്രിൻസിപ്പൾ ഈസ് നോട്ട് ലയബിൾ, ഈ അതോറിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് ഈ ഫ്രോഡും കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ പ്രിൻസിപ്പൾ ലയബിൾ അല്ല. പക്ഷേ ആ അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രോഡും മിസ്റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുള്ളതെങ്കിൽ പ്രിൻസിപ്പൾ അതിന് ലയബിളായിരിക്കും എന്നാണ് പറയുന്നത്. അത് പ്രിൻസിപ്പൾ ചെയ്ത അതേ ലീഗൽ ഇഫക്റ്റ് തന്നെയാണ് അതിന് ഉണ്ടാവുക. ദെൻ പ്രിൻസിപ്പൾ ബൗണ്ട് ബൈ അഡ്മിഷൻ മെയ്ഡ് ബൈ ദി ഏജൻറ്റ്, ഏജൻറ്റ് നടത്തിയിട്ടുള്ള എന്തെങ്കിലും ആക്സെപ്റ്റൻസോ അക്നോളജ്മെൻറ്റോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൾ ഉത്തരവാദിയായിരിക്കും. ദ അക്നോളജ്മെൻറ്റ്സ് ഓർ ആക്സെപ്റ്റൻസ് മെയ്ഡ് ബൈ ദ ഏജൻറ്റ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ഏജൻസി, ഈ ഏജൻസി ബിസിനസ്സിനിടയ്ക്ക് നടത്തുന്ന എന്തെങ്കിലും ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് ഷാൾ ബി റിഗാർഡഡ് ടു ഹാവ് ബീൻ മെയ്ഡ് ബൈ ദി പ്രിൻസിപ്പൾ ആൻഡ് ദ പ്രിൻസിപ്പൾ വിൽ ബി ബൗണ്ട് ബൈ ദം, അത് പ്രിൻസിപ്പൾ നടത്തിയ പോലെ തന്നെയാണ് കൂട്ടുക, അതിന് പ്രിൻസിപ്പൾ ഉത്തരവാദിയായിരിക്കും. ദെൻ ലയബിലിറ്റി ഓഫ് അൺനെയിംഡ് പ്രിൻസിപ്പൾ, അൺനെയിംഡ് പ്രിൻസിപ്പളുടെ ലയബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ആരാണ് അൺനെയിംഡ് പ്രിൻസിപ്പൾ എന്ന് ആദ്യം നോക്കാം. എ പ്രിൻസിപ്പൾ ഹൂസ് എക്സിസ്റ്റൻസ് ഹാസ് ബീൻ ഡിസ്ക്ലോസ്ഡ് ബൈ ദി ഏജൻറ്റ് ബട്ട് ഹിസ് നെയിം ഹാസ് നോട്ട് ബീൻ ഡിസ്ക്ലോസ്ഡ്,
പ്രിൻസിപ്പൽ ഉണ്ടെന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അയാളുടെ പേരോ അഡ്രസ്സോ ഒന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പ്രിൻസിപ്പളാണ് നമ്മൾ അൺനെയിംഡ് പ്രിൻസിപ്പൾ എന്ന് പറയാം. ഹിയർ ദ പ്രിൻസിപ്പൽ ഈസ് ലാബിൾ ബൈ ദി കോൺട്രാക്ട്. കോൺട്രാക്ട് എന്നും കൂടെ ഉണ്ട്, കോൺട്രാക്ട് മെയ്ഡ് ഓൺ ഹിസ് ബിഹാഫ്. ഇവിടെ നടത്തിയിട്ടുള്ള കോൺട്രാക്റ്റുകൾക്കെല്ലാം പ്രിൻസിപ്പൾ ലാബിൾ ആയിരിക്കും. For creating this liability, the unnamed principal should be in existence at the time of contract, and the act was done on behalf of the principal and within the scope of the authority of the agent. ഇവിടെ പ്രിൻസിപ്പൾക്ക് ലയബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫോർ ക്രിയേറ്റിംഗ് ദ ലയബിലിറ്റി ദ അൺനെയിംഡ് പ്രിൻസിപ്പൽ ഷുഡ് ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട്. ഇവിടെ പ്രിൻസിപ്പൾക്ക് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആര് നിലവിലുണ്ടായിരിക്കണം? നമ്മുടെ പ്രിൻസിപ്പൾ നിലവിലുണ്ടായിരിക്കണം. ആ പ്രിൻസിപ്പൾക്ക് വേണ്ടി തന്നെ അത് ചെയ്തതായിരിക്കണം. ആക്ട് വാസ് ഡൺ ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൾ, പ്രിൻസിപ്പൾക്ക് വേണ്ടി ചെയ്തതായിരിക്കണം. ആൻഡ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ അതോറിറ്റി ഓഫ് ദ ഏജന്റ്, ഏജന്റിന്റെ അതോറിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തതായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒരു അൺനെയിംഡ് പ്രിൻസിപ്പൾ കോൺട്രാക്റ്റുകൾക്ക് ലയബിൾ ആവുള്ളൂ. ദെൻ however, if the agent refuses to disclose the identity of the principal when it is asked by the third parties, ഇത് ചോദിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ഏജന്റ് തയ്യാറായിട്ടില്ല എങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഏജന്റ് സ്വയം ലയബിൾ ആയിരിക്കും. നമ്മൾ പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറഞ്ഞു പേരും കാര്യമൊന്നും പറയാണ്ടാണ് അൺനെയിംഡ് പ്രിൻസിപ്പളിൻ്റെ കേസിൽ നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത്. അപ്പം അന്നേരത്ത് തേർഡ് പാർട്ടി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടും പറയാതെ പോയിട്ടുണ്ട് എങ്കിൽ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഏജന്റ് പേഴ്സണലി ലയബിൾ ആകുന്ന വേറെ സിറ്റുവേഷൻ ഉണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ അത്തരം ആ ട്രേഡ് അല്ലെങ്കിൽ കസ്റ്റം അല്ലെങ്കിൽ അവിടെ ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും എന്നുള്ളത് എക്സ്പ്രസ്സിലോ ഇംപ്ലൈഡിലോ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ രീതിയും തരമൊക്കെ അങ്ങനെയാണെങ്കിൽ അവിടെ ഏജന്റ് പേഴ്സണലി ലയബിൾ തന്നെ ആയിരിക്കും. അപ്പോൾ അൺനെയിംഡ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് വെളിപ്പെടുത്താതെ എന്ന പ്രിൻസിപ്പൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് പറയുന്നത്. ലയബിലിറ്റി ഓഫ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ. അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പളുടെ ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ ആരാന്ന് നോക്കാം. പ്രിൻസിപ്പൾ ഹൂസ് എക്സിസ്റ്റൻസ് ആൻഡ് നെയിം ബോത്ത് ഹാവ് നോട്ട് ബീൻ ഡിസ്ക്ലോസ്ഡ് ബൈ ദ ഏജന്റ്. പേരും എക്സിസ്റ്റൻസും രണ്ടും വെളിപ്പെടുത്തിയിട്ടില്ല ഏജന്റ് എങ്കിൽ അവിടെ നമ്മുടെ പ്രിൻസിപ്പൾ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പളാണ്. The agent in such situation gives an impression to the third party that he is contracting in an independent capacity. അവിടെ തേർഡ് പാർട്ടിക്ക് മുമ്പിൽ എങ്ങനത്തെ ഒരു ഇംപ്രഷനാണ് നമ്മളുടെ ഏജന്റ് ഉണ്ടാക്കുന്നത്? ഞാൻ സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് കപ്പാസിറ്റി ഇല്ല, അതായത് ഞാനൊരാളുടെ ഏജന്റ് ഒന്നും അല്ല, ഞാൻ സ്വയം കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് എന്നുള്ളൊരു ഇംപ്രഷനാണ് അവിടെ നമ്മുടെ ഏജന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിയർ ദ ഏജന്റ് ഈസ് പേഴ്സണലി ലയബിൾ ഓൺ ദ കോൺട്രാക്ട്. അത്തരം കോൺട്രാക്റ്റുകൾക്ക് ആര് പേഴ്സണലി ലയബിൾ ആയിരിക്കും? ഏജന്റ് പേഴ്സണലി ലയബിൾ ആയിരിക്കും. ഓൺ സച്ച് കോൺട്രാക്ട് ഹി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഹിസ് ഓൺ നെയിം ബിക്കോസ് ഹി ഈസ് കൺസിഡേർഡ് എ കോൺട്രാക്റ്റിംഗ് പാർട്ടി. അവിടെ ഏജന്റ് ആണ് കോൺട്രാക്റ്റിംഗ് പാർട്ടിയായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഹി ക്യാൻ സ്യൂ, അയാൾക്ക് കേസ് കൊടുക്കാം, ആൻഡ് ബി സ്യൂഡ് ഇൻ ഹിസ് ഓൺ നെയിം, അയാളുടെ പേരിൽ കേസ് ഇങ്ങോട്ട് മറ്റുള്ളവർക്കും ചെയ്യാം ഏജന്റിന്റെ പേരിൽ. But the agent's right of action comes to end within the intervention of the undisclosed principle. പക്ഷേ അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൾ ഇവിടെ കയറി ഇടപെടുകയാണെങ്കിൽ അതിനൊരു നിയമസാധ്യതയൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏജന്റിന്റെ റൈറ്റ് ഓഫ് ആക്ഷൻ അവിടെ അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് പ്രിൻസിപ്പൾ ബാധ്യസ്ഥനായി തീരും. ദെൻ പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ആൻ ഏജന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. when a contract expressly or impliedly provides when the agent expressly by agreementലൂടെ എക്സ്പ്രസ്ലിയോ അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി ബൈ കണ്ടക്ട്, അയാളുടെ പെരുമാറ്റത്തിലൂടെ ഇംപ്ലൈഡ്ലിയോ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ പേഴ്സണൽ ലയബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി ക്യാൻ ഹോൾഡ് ഹിം പേഴ്സണലി ലയബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിലൊരു ബ്രീച്ച് വരുമ്പോൾ, ലംഘനം ഉണ്ടാകുമ്പോൾ തേർഡ് പാർട്ടിക്ക് ആരെ ഉത്തരവാദിയാക്കാവുന്നതാണ്? നമ്മുടെ ഏജന്റിനെ ലയബിൾ ആക്കാവുന്നതാണ്. where the agent acts for a foreign principal. ഒരു ഫോറിൻ പ്രിൻസിപ്പിൾക്ക് വേണ്ടിയിട്ടാണ് ഏജന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അയാൾ എല്ലാ കാര്യത്തിലും പേഴ്സണലി ലയബിൾ ആയിരിക്കും.
where the contract is made by an agent for the sale or purchase of goods for a merchant residing abroad. The agent is personally liable. Then where the agent acts for an undisclosed principal. Undisclosed principal എന്ന് പറഞ്ഞാൽ പേരും അതുപോലെ എക്സിസ്റ്റൻസും ഒന്നും വെളിപ്പെടുത്താതെ ഏജന്റ് സ്വന്തം നിലക്ക് കയറി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സിറ്റുവേഷൻ ആണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ആരുടെ ലാബിൾ ആയിരിക്കും? ഏജന്റ് തന്നെ ലാബിൾ ആയിരിക്കും. Then where no action can be taken against the principal. പ്രിൻസിപ്പൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോൾ, അതായത് ഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പിളൊക്കെ തന്നെ ആയിരിക്കാം, എന്നാൽ പോലും പ്രിൻസിപ്പൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം അയാളുടെ ഇൻകോമ്പിറ്റൻസി കാരണമാവും. ചിലപ്പം ഇൻസോൾവെൻ്റ് ആയി മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം അവിടെ ആര് ലാബിളായിരിക്കും? ഏജന്റ് ലാബിളായിരിക്കും. വേർ ദ ഏജന്റ് ആക്ട്സ് ഫോർ ആൻ അൺനെയിംഡ് പ്രിൻസിപ്പൾ. അൺനെയിംഡ് പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് ഏജന്റ് പ്രവർത്തിക്കുമ്പം അവിടെ പ്രിൻസിപ്പൾ ലാബിളാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ തേർഡ് പാർട്ടീസ് പ്രിൻസിപ്പളെ കുറിച്ച് ചോദിച്ചറിഞ്ഞിട്ടും പറയാണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ ആര് ലാബിളായിരിക്കും? ഏജന്റ് ലാബിളായിരിക്കും. വേർ ആൻ ഏജന്റ് ആക്ട്സ് ഫോർ എ പ്രിൻസിപ്പൾ ബട്ട് ഡിക്ലൈൻസ് ടു ഡിസ്ക്ലോസ് ദ പ്രിൻസിപ്പിൾസ് ഐഡന്റിറ്റി, ദ തേർഡ് പാർട്ടി ക്യാൻ ഹോൾഡ് ദ ഏജന്റ് പേഴ്സണലി ലാബിൾ. വേർ ദ ഏജന്റ് എക്സീഡ്സ് ഹിസ് അതോറിറ്റി. ഏജന്റ് അയാളുടെ അധികാരത്തിനപ്പുറം ത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏജന്റ് തന്നെയായിരിക്കും അത്തരം പ്രവൃത്തികൾക്ക് ലാബിളാവുക. ദെൻ വേർ ഏജന്റ് അതോറിറ്റി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. അതായത് നമ്മളുടെ ഈ ഒരു ആ എഗ്രിമെൻറ്റിലെ സബ്ജക്റ്റ് മാറ്ററിൽ, ആ ഏജൻസിയുടെ സബ്ജക്റ്റ് മാറ്ററിൽ ഏജന്റിനും താല്പര്യം ഉണ്ട് എങ്കിൽ, വ്യക്തിപരമായിട്ട് അയാൾക്ക് അതിനകത്ത് താല്പര്യം ഉണ്ട് എങ്കിൽ അയാൾക്ക് താല്പര്യമുള്ളത് എത്രത്തോളമാണോ അത്ര വരെയൊക്കെ അയാൾ പേഴ്സണലി ലാബിളായിരിക്കും. വേർ ദ ഏജന്റ് ഹാസ് ഹിംസെൽഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ഏജൻസി, ഹീ ഷോൾ ബി പേഴ്സണലി ലാബിൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. അത്ര വരെയൊക്കെ അയാൾ ലാബിളായിരിക്കും. ഹീ ഈസ് ദെൻ എ പ്രിൻസിപ്പിൾ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ് ആൻഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എൻഫോഴ്സ് ഇറ്റ്. അയാൾ ആ ഒരു എക്സ്റ്റെൻറ്റ് വരെയൊക്കെ, അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതുവരെയൊക്കെ അയാൾ അതിൻ്റെ പ്രിൻസിപ്പിളായിരിക്കും. അയാളത് എൻഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. വേർ ആൻ ഏജന്റ് ആക്ട്സ് ഫോർ എ നോൺ എക്സിസ്റ്റൻ്റ് പ്രിൻസിപ്പിൾ. നിലവിലില്ലാത്തൊരു പ്രിൻസിപ്പിൾക്ക് വേണ്ടിയിട്ട് ഏജന്റ് പ്രവർത്തിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രിൻസിപ്പിൾ നിലവിലുണ്ടായിരിക്കണം, അപ്പോഴേ അയാളെ ബാധ്യസ്ഥനാക്കാൻ പറ്റുള്ളൂ. വേർ ആൻ ഏജന്റ് ആക്ട്സ് ഫോർ പ്രിൻസിപ്പിൾ നോട്ട് ഇൻ എക്സിസ്റ്റൻസ്, ഹി ഈസ് പേഴ്സണലി ലാബിൾ ഫോർ ദോസ് ആക്ട്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏജന്റ് പേഴ്സണലി ലാബിൾ ആയിരിക്കും. No agent can bind a principal who was not in existence at the time of making contract. കോൺട്രാക്റ്റ് നടത്തുമ്പം ഏജന്റ് നിലവിലില്ല എങ്കിൽ, പ്രിൻസിപ്പളുടെ എക്സിസ്റ്റൻസ് ഇല്ല എങ്കിൽ ഏജന്റിന് അയാളെ ഉത്തരവാദിയാക്കാൻ സാധ്യമല്ല. വേർ ദ ഏജന്റ് സൈൻസ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ഓൺ നെയിം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറയുമ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പോലത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതിൽ അയാൾ ഏജന്റ് ആണ് എന്നുള്ളത് വ്യക്തമാക്കാണ്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻസ്ട്രുമെൻറ്റുകൾ പേയ്മെൻറ്റ് നടത്താനും മറ്റുമൊക്കെയുള്ള ലാബിലിറ്റി ആർക്കുണ്ടായിരിക്കും? നമ്മുടെ ഏജൻറ്റിന് ഉണ്ടായിരിക്കും. ദെൻ വേർ ദ യൂസേജ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ് മേക്സ് ദ ഏജൻറ്റ് ലാബിൾ. ചില കച്ചവടത്തിൻ്റെ രീതി തരമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഏജൻറ്റ് പേഴ്സണലി ലാബിളാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അവിടെ ഏജൻറ്റ് തന്നെ പേഴ്സണലി ലാബിളായിരിക്കും, അവിടെ അതിന് വിരുദ്ധമായിട്ട് വല്ല കോൺട്രാക്റ്റും ഇല്ല എങ്കിൽ. വേർ ദ മണി ഈസ് പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ ഫ്രോഡ്. ചിലപ്പം ഏജൻറ്റ് മിസ്റ്റേക്ക് വരുത്തിയിട്ട് അല്ലെങ്കിൽ വഞ്ചനയിലൂടെയൊക്കെ തന്നെ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഏജൻറ്റ് പേഴ്സണലി ലാബിളായിരിക്കും. ഓർ തേർഡ് പാർട്ടി പേ മണി ടു ദ ഏജൻറ്റ് ബൈ മിസ്റ്റേക്ക് ഓർ ഫ്രോഡ്, ദേ ക്യാൻ സ്യൂ ദ ഏജൻറ്റ് പേഴ്സണലി. അതേപോലെ തന്നെ തിരിച്ചു ആവാം. ഇഫ് ദ ഏജൻറ്റ് പേയ്സ് മണി ടു തേർഡ് പാർട്ടിക്ക് ഇതുപോലെ ബൈ മിസ്റ്റേക്ക് ഓർ ഫ്രോഡിലൂടെ ഏജൻറ്റ് അങ്ങോട്ട് പണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഏജൻറ്റിന് തീർച്ചയായിട്ടും അത് അവരിൽ നിന്നും റിക്കവർ ചെയ്യാവുന്നതാണ്. ഹി ക്യാൻ റിക്കവർ ഇറ്റ് ഫ്രം ഹിം. മിസ്റെപ്രസെൻറ്റേഷൻ ഓർ ഫ്രോഡ് കമ്മിറ്റഡ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റിക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് മിസ്റെപ്രസെൻറ്റേഷനും ഫ്രോഡും നടത്തിയിട്ടുണ്ട് എങ്കിൽ ദ ഏജൻറ്റ് ഈസ് പേഴ്സണലി ലാബിൾ ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ മെയ്ഡ് ഓഫ് ഫ്രോഡ് കമ്മിറ്റഡ് ബൈ ഹിം. അവിടെ ഏജൻറ്റ് പേഴ്സണലി ലാബിൾ ആയിരിക്കും. ലാബിലിറ്റി ഓഫ് എ പ്രിറ്റൻഡഡ് ഏജൻറ്റ് മീൻസ് വ്യാജനായ എന്നുള്ള അർത്ഥമാണ്. എ പ്രിറ്റൻഡഡ് ഏജൻറ്റ് ഈസ് വൺ ഹു അൺട്രൂലി റെപ്രസെൻറ്റ് ഹിംസെൽഫ് ടു ബി ദ ഓതറൈസ്ഡ് ഏജൻറ്റ് ഓഫ് അനദർ. മറ്റൊരാളുടെ ഓതറൈസ്ഡ് ഏജൻ്റ് ആണെന്നുള്ള രീതിയിൽ തെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാൾ, അതുവഴി ആൻഡ് ദെയർ ബൈ ഇൻഡ്യൂസ് എ തേർഡ് പാർട്ടി ടു ഡീൽ വിത്ത് ഹിം ആസ് ഏജൻറ്റ്. ഏജൻറ്റ് എന്ന നിലക്ക് അയാളുമായിട്ട് ഇടപാട് നടത്താൻ തേർഡ് പാർട്ടീസിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള
ഏജൻറ്റിനെയാണ് നമ്മൾ പ്രിറ്റൻഡഡ് ഏജൻ്റ് എന്ന് പറയും. കള്ളത്തരത്തിലൂടെയാണ്. എ പ്രിറ്റൻഡഡ് ഏജൻറ്റ് ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ആസ് ഏജൻറ്റ്. ഏജൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ആക്ടിവിറ്റിക്കെല്ലാം അയാൾ പേഴ്സണലി ലയബിൾ ആയിരിക്കും. എന്നിരുന്നാലും ഇഫ് ദ പ്രിൻസിപ്പൽ റാറ്റിഫൈസ് ദ ആക്ട് ഓഫ് ഏജൻറ്റ്, പിന്നീട് ഈ ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അത് പ്രിൻസിപ്പൾ റാറ്റിഫൈ ചെയ്ത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിറ്റൻഡൻ്റ് ഏജൻറ്റ് ലയബിൾ ആവില്ല. പിന്നീട് പ്രിൻസിപ്പൾ ആയിരിക്കും അതിന് ലയബിൾ ആവുക. ദെൻ ടെർമിനേഷൻ ഓഫ് ഏജൻസി. ഏജൻസി എപ്പോഴൊക്കെയാണ് അവസാനിക്കുക, ക്യാൻസൽ ചെയ്യപ്പെടുക, എപ്പോഴാണ് ഏജൻറ്റിൻ്റെ അതോറിറ്റി ക്യാൻസൽ ചെയ്യപ്പെടുക എന്ന് നമുക്ക് നോക്കാം. ഏജൻസി രണ്ട് രീതിയിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാം. ഒന്ന് ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസ്, മറ്റൊന്ന് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ. ഒന്ന് പാർട്ടീസിൻ്റെ പ്രവർത്തനം മൂലം, മറ്റൊന്ന് നിയമം മൂലം. രണ്ടും നോക്കാം. ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ആക്ട് ഓഫ് ദി പാർട്ടീസ്. എഗ്രിമെൻറ്റ്, രണ്ട് കൂട്ടരും ഒരുമിച്ച് ഒരുപോലെ എഗ്രി ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഏജൻസി ലൈക്ക് എനി അതർ കോൺട്രാക്ട്, ഏതൊരു കോൺട്രാക്റ്റിനെയും പോലെ ഏജൻസി മേ ബി ടെർമിനേറ്റഡ് ബൈ ദി മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ്. ദിസ് ക്യാൻ ബി ഡൺ അറ്റ് എനി ടൈം ആൻഡ് അറ്റ് എനി സ്റ്റേജ്. ദെൻ റിവോക്കേഷൻ ഓഫ് അതോറിറ്റി ബൈ ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ത് ചെയ്യുക, ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. പ്രിൻസിപ്പൽ മേ ഈതർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ആഫ്റ്റർ ഗിവിംഗ് റീസണബിൾ നോട്ടീസ്. റീസണബിൾ നോട്ടീസ് കൊടുത്തിട്ട് എക്സ്പ്രസ്സിലോ ഇംപ്ലൈഡിലോ അതോറിറ്റി റിവോക്ക് ചെയ്യാവുന്നതാണ്. ബിഫോർ ഇറ്റ് ഹാസ് ബീൻ എക്സസൈസ്ഡ് ബൈ ദി ലേറ്റർ. ലേറ്റർ മീൻസ് ഉദ്ദേശിച്ചത് ഏജൻറ്റ് അത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം. ഫോർമറായിട്ട് സോ ആസ് ടു ബൈൻഡ് ദ ഫോർമർ. പിന്നെ പ്രിൻസിപ്പളെ അത് ഉത്തരവാദിയാക്കുന്ന രീതിയിൽ അത് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ടായിരിക്കണം ഇത് റിവോക്ക് ചെയ്യേണ്ടത്, ക്യാൻസൽ ചെയ്യേണ്ടത്. അതിന് ശേഷം അത് പറ്റില്ല. റിനൗൺസിയേഷൻ ബൈ ദി ഏജൻറ്റ്. ജസ്റ്റ് ലൈക്ക് ദ പ്രിൻസിപ്പൽ ക്യാൻ റിവോക്ക് ആൻ ഏജൻറ്റ്. ഒരു ഏജൻറ്റിനെ പ്രിൻസിപ്പലിന് റിവോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഏജൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഏജൻസി അവസാനിപ്പിക്കാനും പറ്റും. ബൈ റിനൗൺസിങ് ദ ബിസിനസ് ഓഫ് ദി ഏജൻസി. ആ ഏജൻസി ബിസിനസ് അവസാനിപ്പിച്ചുകൊണ്ട് അയാൾക്കും അയാളുടെ ഏജൻസി ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ദ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമം മൂലം ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള ഏജൻസി ആണ് എങ്കിൽ ഇറ്റ് ടെർമിനേറ്റ്സ് വെൻ ദ പേർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്. പേർപ്പസ് അക്കംപ്ലിഷ് ആകുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യും. എക്സ്പയറി ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് വെൻ ദ ഏജൻസി ഈസ് ഫോർ എ ഫിക്സ്ഡ് പീരിയഡ് ഓഫ് ടൈം ഇറ്റ് ടെർമിനേറ്റ്സ് ഓൺ ദി എക്സ്പയറി ഓഫ് ദാറ്റ് ടൈം. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ, നമ്മുടെ ഏജൻസിയുടെ സബ്ജക്റ്റ് മാറ്റർ അതിൻ്റെ നിലനിൽപ്പ് അവസാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് സീസസ് ടു എക്സിസ്റ്റ്, അത് പിന്നെ നിലനിൽക്കുന്നില്ല എങ്കിൽ ഏജൻസി കംസ് ടു ആൻ എൻഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഹോഴ്സിൻ്റെ സെയിൽസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഏജൻസിയാണെന്ന് വെക്കുക. ആ ഹോഴ്സ് ഡൈ ചെയ്യുന്നതോടുകൂടി ആ ഏജൻസി അവസാനിക്കും. ദെൻ ഡെത്ത് ഓർ ഇൻസൈനിറ്റി ഓഫ് ഈതർ പാർട്ടി. ഏതെങ്കിലും ഒരു പാർട്ടി മരിക്കോ അല്ലെങ്കിൽ ഇൻസൈൻ ആവോ, അതായത് അൺസൗണ്ട് മൈൻഡഡ് ഒക്കെ ആയി മാറുകയാണെങ്കിൽ ഏജൻസി അവസാനിക്കും. ഇൻസോൾവൻസി ഓഫ് ദി പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ ഇൻസോൾവൻ്റ് ആവുക, പാപ്പരായി തീരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും. ദെൻ പ്രിൻസിപ്പൾ ബിക്കമിങ് ആൻ അലൈൻ എനിമി. ഒരു ശത്രു രാജ്യത്ത്, അതായത് രണ്ട് പ്രിൻസിപ്പളും ഏജൻറ്റും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലാണ് എങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം മറ്റോ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെയുള്ള ഏജൻസി അവസാനിക്കും. വെൻ ദ പ്രിൻസിപ്പൽ ബിക്കമിങ് ആൻ അലൈൻ എനിമി, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് ബിലോങ് ടു ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് വാർ ബ്രേക്സ് ഔട്ട് ബിറ്റ്വീൻ ടു കൺട്രീസ്, ദ കോൺട്രാക്ട് ഓഫ് ഏജൻസി ഈസ് ടെർമിനേറ്റഡ്. ഇമ്പോസിബിലിറ്റി, സാധ്യമല്ലാതാവുക. എന്തെങ്കിലും ഒരു കാരണത്താൽ അതിൻ്റെ ആ ഒബ്ജക്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, വെൻ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ടാസ്ക് ബിക്കംസ് ഇമ്പോസിബിൾ, ദ ഏജൻസി ഈസ് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി. അവരുടെ കമ്പനി ഫോമിലാണ്, ആ കമ്പനി ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഏജൻസി ടെർമിനേറ്റ് ചെയ്യപ്പെടും. ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് അതോറിറ്റി. സബ് ഏജൻറ്റിൻ്റെ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യം. ദ ടെർമിനേഷൻ ഓഫ് ആൻ ഏജൻസ് അതോറിറ്റി പുട്സ് ആൻ എൻഡ് ടു സബ് ഏജൻസ് അതോറിറ്റി. ഒരു ഏജൻറ്റിൻ്റെ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു സബ് ഏജൻറ്റിൻ്റെ അതോറിറ്റിയും ടെർമിനേറ്റ് ചെയ്യപ്പെടും. ദെൻ ഇറിവോക്കബിൾ ഏജൻസി. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഏജൻസീസ് എന്തൊക്കെയാണ്? വെൻ ദ അതോറിറ്റി ഓഫ് ഏജൻറ്റ് കനോട്ട് ബി റിവോക്ഡ് ബൈ ദി പ്രിൻസിപ്പൽ ഇറ്റ് ഈസ് സെഡ് ടു ബി ആൻ ഇറിവോക്കബിൾ ഏജൻസി. പ്രിൻസിപ്പൾക്ക് റിവോക്ക് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല ഏജൻറ്റിൻ്റെ അതോറിറ്റി എങ്കിൽ അതിനെയാണ് നമ്മൾ ഇറിവോക്കബിൾ ഏജൻസി എന്ന് പറയും. എപ്പോഴാണ് അങ്ങനെ വരുന്നത്? വെൻ ദ ഏജൻസി ഈസ് കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ്. An agency where the agent himself has an interest in the property which forms the subject matter of agency is said to be agents coupled with interest.
നമ്മളുടെ ഏജൻറ്റിന് ആ ഒരു ഏജൻസിയുടെ സബ്ജക്റ്റുമായിട്ടുള്ള പേഴ്സണലായിട്ട് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ പിന്നെ കപ്പിൾഡ് വിത്ത് ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രിൻസിപ്പൾക്ക് ഒറ്റയ്ക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദ ഡെത്ത് ഓർ ഇൻസിഡൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡസിൻ ടെർമിനേറ്റ് ദ ഏജൻസി. നമ്മൾ പറഞ്ഞു ഡെത്തോ ഇൻസെൻറ്റി ഉണ്ടെങ്കിൽ ഏജൻസി അവസാനിക്കും തൊട്ട് മുമ്പ് പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഏജൻസി അവസാനിക്കുന്നില്ല. ബട്ട് ഇൻ ദിസ് കേസ് ദ പാർട്ടീസ് ആർ ഫ്രീ ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് ഫോർ ടെർമിനേറ്റിംഗ് ദ ഏജൻസി. നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റിൽ അവർക്ക് ഏർപ്പെട്ടിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട്. വെൻ അതോറിറ്റി ഹാസ് ബീൻ എക്സസൈസ്ഡ്, വെൻ ഏജൻറ്റ് എക്സസൈസ് ഈസ് അതോറിറ്റി വിത്തിൻ ദ സ്കോപ്പ്. ആ കൊടുത്തിരിക്കുന്ന അതോറിറ്റിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഏജൻറ്റ് പ്രവർത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ അതിന് പിന്നെ ബാധ്യസ്ഥനായിട്ടുമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവോക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ദെൻ വേർ ദ അതോറിറ്റി ഹാസ് ബീൻ പാർട്ട്ലി എക്സസൈസ്ഡ് ബൈ ദി ഏജൻറ്റ്. ഇതുപോലെ കൊടുത്ത അതോറിറ്റി ഭാഗികമായിട്ടെങ്കിലും നമ്മുടെ ഏജൻറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പ്രിൻസിപ്പൽ കാനോട്ട് റിവോക്ക് ദ അതോറിറ്റി given to his agent after the authority has been partly exercised regarding such acts and obligation as arise from the acts already done in the agency. Where the agent has incurred a personal liability. ഏജൻറ്റ് പേഴ്സണൽ ലാബിലിറ്റി ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണെങ്കിൽ പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട്, വേർ ദ ഏജൻറ്റ് ഹാസ് എൻറ്റേർഡ് ഇൻറ്റു ഓൺലി കോൺട്രാക്ട് ഇൻ ഹിസ് പേഴ്സണൽ നെയിം ഫോർ ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പേരിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹാസ് ഇൻകേർഡ് സം പേഴ്സണൽ ലാബിലിറ്റി, കുറച്ച് പേഴ്സണൽ ലാബിലിറ്റി അതിമേ ഉണ്ട് എങ്കിൽ ദ പ്രിൻസിപ്പൽ കനോട്ട് റിവോക്ക് ഏജൻസ് അതോറിറ്റി വിതൗട്ട് ഹിസ് കൺസെൻറ്റ്. അത് ഏജൻസി റിവോക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫക്റ്റീവ്നെസ് ഓഫ് ടെർമിനേഷൻ ഓഫ് ഏജൻസി. ഈ ഏജൻസി ടെർമിനേഷൻ്റെ അത് ഇഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണത് നിലവിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടെർമിനേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ആൻ ഏജൻറ്റ് ടുക്ക് പ്ലേസ് വെൻ ദ ഏജൻറ്റ് കംസ് ടു നോ ദ ഫാക്ട് അതോറിറ്റി ഹാസ് ബീൻ ടെർമിനേറ്റഡ്. അയാളുടെ അതോറിറ്റി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഏജൻറ്റ് അറിയുമ്പോൾ മാത്രമേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. ആൻഡ് സോ ഫാർ ആസ് തേർഡ് പാർട്ടീസിനെ സംബന്ധിച്ചിടത്തോളം the authority of the agent will be terminated for them only when they come to know the fact that the authority of the agent has been revoked. ഏജൻറ്റിൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്തിരിക്കുന്നു തേർഡ് പാർട്ടീസ് അറിയുമ്പോൾ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം അത് എഫക്റ്റീവ് ആവുള്ളൂ. ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏജൻറ്റ് അത് അറിയുമ്പോൾ മാത്രമേ ഏജൻറ്റിനും ഈ ടെർമിനേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏജൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് നമുക്ക് നെക്സ്റ്റ് ഡീൽ ചെയ്യാനുള്ളത്.